കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വാഹനാപകടം. കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. മേഘ ചേരുകയാണ് വിശദ വിവരങ്ങളുമായി. മേഘ, എപ്പോഴായിരുന്നു ഈ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായത്? എന്താണ് കാരണം? ആരാണ് മരിച്ചത്? സിന്ധൂരി, ഇന്ന് രാവിലെ ഏകദേശം 6:30 കൂടിയാണ് അപകടം നടന്നത്. പുതിയ സ്റ്റാൻഡിന് സമീപമാണ് അപകടം. കോഴിക്കോട് ഭാഗത്ത് നിന്ന് നഗരത്തിൽ നിന്ന് വരികയായിരുന്ന കാറ് ഈ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ആളുകളെ ഇടിക്കുകയായിരുന്നു. നടുവണ്ണൂർ സ്വദേശി ഗോപാലൻ തൽക്ഷണം തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു യുവതിക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ ഉണ്ടായിരുന്ന 2 പേരെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മലപ്പുറം താനൂർ സ്വദേശികളാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഒരു വാഹന അപകടത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അമിത വേഗതയിലായിരുന്നോ ഈ വാഹനങ്ങൾ? അതായത് തൽക്ഷണം റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളെയാണ് ഇടിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഒരു മരണം സംഭവിക്കുന്നത്. അമിത വേഗതയിലായിരുന്നു കാർ എന്നതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഇനി മറ്റെന്തെങ്കിലും ഈ അപകടത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നു. ഡോക്ടർമാരുടെ എംബ്ലം ഈ കാറിനുണ്ട് എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഡോക്ടറാണോ ഈ കാർ ഓടിച്ചിരുന്നത്, കസ്റ്റഡിയിലുള്ള ആൾക്ക് എന്താണ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിച്ചു വരികയാണ്. ഈ അപകടം വരുത്താൻ കാരണം മറ്റെന്തെങ്കിലും തരത്തിൽ മദ്യപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ് മേഘ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു വാഹന അപകടമുണ്ടായത്. കാൽനട യാത്രക്കാരെയാണ് കാറിടിച്ചത്. ഈ ഒരു അപകടത്തിൽ നടുവണ്ണൂർ സ്വദേശി ഗോപാലൻ തൽക്ഷണം തന്നെ മരിക്കുകയുണ്ടായി. കാറ് തട്ടി ഒരു യുവതിക്കും പരിക്കേറ്റിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന 2 പേരെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേഘയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.